പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഭർത്താവും ഭാര്യയെക്കുറിച്ചും അല്ലെങ്കിൽ വിവാഹത്തെ സംബന്ധിച്ചൊരു കാര്യമാണ് പറയുക. മോശ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ വിവാഹം മോചനം നടത്താം. എന്നാൽ നീ പറയുന്നു ദൈവം യോജിപ്പിച്ചത് വേർപെടുത്തരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് ദഹിക്കുക? അപ്പോഴാണ് ഈശോ, നമുക്കിപ്പോൾ ഇതെങ്ങനെയാണ് തോന്നുക? കാരണം പഴയ നിയമത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്, പുതിയ നിയമത്തിലാണ്. പഴയ നിയമം മനുഷ്യൻ്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ അവരുടെ കട്ടിയുള്ള മനസ്സിൽ മോശ കൊണ്ടുവന്ന നിയമം കുറച്ചൊക്കെ ലോസാക്കാനാണ്. കാരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരുത്തൻ്റെ ചെവി മുറിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പിന്നെ തീർത്ത് കളയും. അതായിരുന്നു പഴയ നിയമം. എന്നാൽ മോശ കൊണ്ടുവന്ന നിയമം എന്താണെന്ന് വെച്ചാൽ, ചെവി മുറിച്ചെങ്കിൽ അവൻ്റെയും കൂടെ ചെവി മുറിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമം കൊണ്ടുവന്നത്. പല്ല് അടിച്ചു കളഞ്ഞവൻ്റെ പല്ല് മാത്രം അടിച്ചു പൊട്ടിച്ച് കളയാവുള്ളൂ. അങ്ങനെയല്ലായിരുന്നു. പല്ല് അടിച്ചവൻ്റെ മൊത്തമായിട്ട് തീർക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു നിയമത്തിലാണ് ഈ ഒരു നിയമം കൊണ്ടുവന്ന് കൊടുത്തത്. നീ ഭാര്യയെ ബുദ്ധിമുട്ടാണെങ്കിൽ അവളെ ഉപേക്ഷിച്ചേക്കുക. കാരണം അവളെ പീഡകൾ കൊടുത്ത് അവളെ വേദനിപ്പിക്കാതിരിക്കുക. അതുകൊണ്ട് അവളെ ഉപേക്ഷിച്ചേക്കുക എന്ന് പറഞ്ഞു കൊടുത്താണ് ആ ഒരു സമ്മതം കൊടുത്തത്. എന്നാൽ ഈശോ വന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാരണം നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡായി, നമ്മൾ കുറച്ചുകൂടി വളർന്നു, ആത്മാവിൽ വളർന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നമുക്ക് ലഭിച്ചു. ഈശോയുടെ കുരിശുമരണത്തിലൂടെ സ്വർഗം തുറക്കപ്പെട്ടു. നമ്മിലേക്ക് ആത്മീയ ശക്തി ഒഴുകാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാനുള്ള കൃപ കിട്ടാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിനക്ക് സാധിക്കും, നിൻ്റെ ജീവിത പങ്കാളി എന്തെങ്കിലും ചെയ്താലും അവനോട് ക്ഷമിക്കാൻ നിനക്ക് സാധിക്കും. അങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് ഈശോ കൊണ്ടുവന്ന പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ പുതിയ നിയമത്തിൽ നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ.